ഇന്നത്തെ രാത്രി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളില്ലാതെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോഴാണോ ബ്രേക്കപ്പ് ആയത്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയത്, അതിനുശേഷം ആ വ്യക്തി മരിച്ച് ജീവിക്കുകയാണ് എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി മരിക്കുമെന്ന് പോലുമാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓരോ തവണയും അവരുടെ കുറ്റങ്ങളെ കുറവുകളെയൊക്കെ പറ്റി അവരോട് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി അത് റിയലൈസ് ചെയ്യുന്നു. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് ആ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് ആ വ്യക്തി എക്സ്പ്രസ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഫീലിങ്സിനെ ശരിക്കും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്തതിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ ശരിക്കും കുറ്റബോധമുണ്ട്. ആ വ്യക്തിയുടെ ഓരോ കാര്യത്തിനെ പറ്റി നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തത് ആ ടൈമിൽ ആ വ്യക്തിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആ വ്യക്തിക്ക് അതൊക്കെ ഓർത്ത് ആ വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നും എന്നും എപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളെ പ്രണയിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. നിങ്ങളെ അങ്ങനെയൊന്നും വിട്ടുകളയാൻ ആ വ്യക്തിക്ക് ഒരിക്കലും സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നതും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നതും. നിങ്ങളെ എന്തൊക്കെ വാക്കുകൾ കൊണ്ടാണോ ആ വ്യക്തി വേദനിപ്പിച്ചിട്ടുള്ളത്, അതൊന്നും തിരിച്ചെടുക്കുവാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല എന്ന് ആ വ്യക്തിക്ക് ശരിക്കും അറിയാം. പക്ഷേ ആ വ്യക്തി ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ പറഞ്ഞ ഓരോ വാക്കുകളും ആ വ്യക്തിക്ക് ഇപ്പോൾ തിരിച്ചെടുക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. ഇപ്പോഴും ആ വ്യക്തി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആ വ്യക്തിയെ ശരിക്കും ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ആ വ്യക്തി നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും നിങ്ങൾ ക്ഷമ നൽകും എന്നാണ് ആ വ്യക്തി ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് പിന്നെയും ആ വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കും, എല്ലാം ക്ഷമിച്ചുകൊണ്ട് സ്വീകരിക്കും, ഒരു സെക്കൻഡ് ചാൻസ് ആ വ്യക്തിക്ക് നൽകുമെന്ന് ഉറച്ച് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്ന് സംസാരിക്കുവാൻ ആ വ്യക്തി ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാത്രി തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗും ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയത്ത് ഇത് വാലിഡ് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.